എന്നോട് ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വെച്ചാൽ, ജീവിതത്തിൽ വളരെ വലിയ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഉറച്ച തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഭാവിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാകണം എന്നുള്ളൊരു പിടിവാശി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് പോകണമെന്ന് വിചാരിച്ചുള്ളൂ. നിങ്ങളൊരു കാറിലാണുള്ളത്. നിങ്ങളിതിനു മുൻപ് ബാംഗ്ലൂരിലേക്ക് പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കാറിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മുന്നിലുള്ള 300 മീറ്റർ മാത്രമാണ്. ആ 300 മീറ്റർ നിങ്ങൾ എന്ത് ചെയ്യും? ഓടിക്കും. അപ്പോൾ അടുത്ത 300 മീറ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഇവിടുന്ന് നോക്കുമ്പോൾ, നേരിട്ട് നോക്കുമ്പോൾ ബാംഗ്ലൂർ കംപ്ലീറ്റ്ലി ആ റൂട്ട് നിങ്ങൾ കാണുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതെന്തായിരിക്കും, എന്ത് സംഭവിക്കും, എങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്കറിയില്ല. ദാറ്റ്സ് ഓക്കെ. നമ്മളങ്ങ് തീരുമാനം എടുക്കുക. അതിനെ പറയുന്ന പേരാണ് കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തണം, അല്ലെങ്കിൽ ഇന്നത് നേടിയെടുക്കണം, ഇന്നതായിത്തീരണം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട് അത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കലാണ്. അത് വളരെ വലുതായിരിക്കാം. അത് വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതായിരിക്കാം, ഒരു മില്യണിയർ ആവുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഒരുപാട് പേരെ ജോലി കൊടുക്കുന്നതായിരിക്കും. വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾക്ക് ഇപ്പോൾ നേടിയെടുക്കാനോ ചെയ്യാനോ ഒന്നുള്ള കഴിവുണ്ടാവില്ല, അറിവുണ്ടാവില്ല, അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല, അതിനുള്ള റിസോഴ്സ് നിങ്ങളുടെ അടുത്തുണ്ടാവില്ല, അതിനുള്ള കേപ്പബിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ യു മേക്ക് എ ഡിസിഷൻ. നിങ്ങളൊരു തീരുമാനം കൊണ്ട് എടുക്കുകയാണ്. അതിനെയാണ് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയില്ല, ബട്ട് യു ആർ റെഡി ടു ഗോ ത്രൂ വട്ട് എവർ ദാറ്റ് ഈസ് കമ്മിങ് ഓൺ ദ വേ. അതിൻ്റെ ആ ഒരു യാത്രയെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും അതിലൂടെയൊക്കെ കടന്നു പോകാൻ നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ അവിടെ കറേജ് ഉണ്ടാകും. ആ തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടാകും. അപ്പോൾ കമ്മിറ്റ്മെൻറ്റിൽ നിന്നാണ് കറേജ് വരുന്നത്, തീരുമാനം എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് വരുന്നത്, കേപ്പബിലിറ്റി വരുന്നത്. സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് പിന്നീടെന്ന് വെച്ചാൽ പല വഴികളും ആശയങ്ങളും നൽകുന്ന തരത്തിലേക്കുള്ള ഒരു കോൺഫിഡൻസുള്ള ഒരു മൈൻഡാക്കി നിങ്ങൾക്ക് നൽകും. വഴികൾ നിങ്ങൾ കണ്ടെത്തും, മുന്നോട്ട് പോകും. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. എനിവേ, അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. ഇതിനു മുൻപുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടോ കൗൺസിലിങ്ങോ മെൻറ്ററിങ്ങോ ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബന്ധപ്പെടാം. നമ്മുടെ ഇൻസ്പയേഴ്സ് കമ്മ്യൂണിറ്റി നടത്തുന്ന നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റികളുണ്ട്, പ്ലാറ്റ്ഫോമുകളുണ്ട്, സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള ഹബ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് പങ്കാളികളാകാം. അതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സീ യു ലേറ്റർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.